സർ, വൈക്കത്ത് രണ്ട് പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ, വെള്ളൂർ, തലോലപ്പറമ്പ് പഞ്ചായത്തുകളിലൂടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള ചന്തപ്പാലം വടയാർ മുളക്കുളം റോഡിൻ്റെ നിർമ്മാണത്തിലുണ്ടായിരിക്കുന്ന തടസ്സം നീക്കുന്നതിന് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ഈ സബ്മിഷൻ. സാർ, വിവരണാതീതമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന രണ്ട് പഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് സാർ ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത്. സാർ, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഴി ജർമ്മൻ ബാങ്കിൻ്റെ 111 കോടി രൂപ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് സാർ ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ വെള്ളൂരും തലോലപ്പറമ്പിലൂടെയും പോകുന്ന ചന്തപ്പാലം മുളക്കുളം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സാർ, ആ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടം വന്നപ്പോൾ ഹൈക്കോടതിയിൽ സാർ എൻ്റെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ രണ്ട് പഞ്ചായത്തിലെ ജനങ്ങളുടെ ദുരിത ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ഞാൻ ഈ സബ്മിഷൻ വരുന്നത്. ദയവ് ചെയ്ത് പ്രതിപക്ഷ അംഗങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കണം, ആ ജനങ്ങളോട് സഹകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. സാർ, ആ ടെൻഡർ അന്ന് മേരിമാത എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചാണ് സാർ ആ ടെൻഡർ സാധ്യമാക്കിയത്. പക്ഷേ അവർ ആ സമയബന്ധിതമായി ആ നിർമ്മാണം അത് യഥാവിധി നടപ്പിലാക്കാൻ സാധിക്കാതെയും ആ ജോലിയിൽ ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിർമ്മാണ കമ്പനിയെ സർക്കാർ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാർ. സാർ, ആ ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം നാളിതുവരെ ആ പഞ്ചായത്തിലെ ഈ രണ്ട് പഞ്ചായത്തിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങളെ പറ്റി വിവരണാതീതമാണ് സാർ. സാർ, ആ എത്രയും അടിയന്തരമായി ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തു എങ്കിലും സർക്കാർ അതിൽ അടിയന്തരമായി തന്നെ ഇടപെടുകയും അതിൽ റേറ്റ് റിവിഷൻ വന്ന സാഹചര്യത്തിൽ 143 കോടി രൂപ വീണ്ടും അനുവദിച്ചുകൊണ്ട്, അതിൽ അധികമായി വന്ന തുക അനുവദിച്ചുകൊണ്ട് റീടെൻഡർ ചെയ്തു സാർ. EKK എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ റീടെൻഡർ 13, അവരാണ് ലോവസ്റ്റ് ടെൻഡർ എടുത്തതെങ്കിലും 13% എബവ് ആയിരുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമുക്കത് ക്യാബിനറ്റ് ഡിസിഷൻ വേണ്ട ഒരു സാഹചര്യം ഉള്ളത്. സാർ, ഈ ക്യാബിനറ്റ് ഡിസിഷന് വേണ്ടി അല്ലെങ്കിൽ അത് സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ 9-ാം തീയതി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി സാർ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ചെയർമാനായിട്ടുള്ള സാർ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാർ. എന്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ. ചീഫ് സെക്രട്ടറി സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിക്കൊണ്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അത് ക്യാബിനറ്റ് തീരുമാനത്തിന് വിട്ടു. 9-ാം തീയതി മുതൽ ഇന്ന് 2-ാം തീയതി ഞാൻ സംസാരിക്കുന്നത് വരെ ആ ഫയല് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഫിനാൻസിന്റെയും PWDയുടെയും വിവിധങ്ങളായ സെഷനുകൾ സാർ ഈ ഭരണത്തിലെ തട്ടുകളുടെ എണ്ണത്തിന്റെയും കൂടിയാണ് സാർ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സാർ, KSTP ഫിനാൻസ് വഴി NCB സെഷനിലേക്ക് പോയി അവിടുന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, CT ഇന്നലെ CT കണ്ടതിന് ശേഷം വീണ്ടും ഫിനാൻസ് NCB വീണ്ടും അത് ഡെപ്യൂട്ടി സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും കണ്ടതിന് ശേഷം ഫിനാൻസ് സെക്രട്ടറി കണ്ട് ഫിനാൻസ് മിനിസ്റ്ററും കൂടി ഒപ്പിട്ടതിന് ശേഷം വേണം സാർ ഇനി അത് ഈ PWD മിനിസ്റ്ററുടെ ഓഫീസിൽ വന്നിട്ട് വിവിധ ഘട്ടങ്ങൾ വീണ്ടും കടമകൾ കടന്നിട്ട് ക്യാബിനറ്റില് ഇനി ഇലക്ഷൻ കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വർക്ക് നടക്കാതെ വരും. അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ വൈക്കം കടുത്തുരുത്തി മണ്ഡലത്തോടെ കടന്നുപോകുന്ന വടയാർ ചന്തപ്പാലം മുളകുളം റോഡും വടയാർ കല്ലാട്ടിപ്പാലം മുട്ടച്ചിറ റോഡും പരാതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള KSTP നടപ്പിലാക്കി വരുന്നു. കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ ആദ്യമുണ്ടായിരുന്ന കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുകയുണ്ടായി. ശേഷിക്കുന്ന പ്രവൃത്തികൾക്കായി 145.21 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. തുടർന്ന് പ്രവൃത്തിക്കുള്ള ആദ്യ ടെൻഡറിൽ ഒരു കരാറുകാരൻ മാത്രമാണ് പങ്കെടുത്തത്. റീടെൻഡർ നടപടി നടത്തിവരുന്നു. റീടെൻഡറിൽ 2 കമ്പനികൾ പങ്കെടുത്തെങ്കിലും അതിൽ ഏറ്റവും കുറഞ്ഞ ബെഡ് തുക പരിശോധിച്ചപ്പോൾ അത് ടെൻഡർ തുകയേക്കാളും 12.90% അധികമായാണ് കൂട്ടു ചെയ്തിട്ടുള്ളത്. 9/1/2026 നടന്ന KSTPയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ടെൻഡർ അംഗീകരിക്കുന്നതിനായി സർക്കാരിന് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള KSTPയുടെ ആവശ്യം പരിശോധിച്ച് വരികയാണ്. വേഗത്തിൽ തീരുമാനം എടുക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ചെയ്തു വരുന്നുണ്ട് സാർ.